गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. ജ്ഞാനമേവ അഗ്നിഃ ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മസാത് കുരുതേ നിർബീജീകരോതി. അവിടെ സകല കർമ്മങ്ങളെയും വെണ്ണീറാക്കുന്നു, ഭസ്മീകരിക്കുന്നു എന്ന് പറഞ്ഞിടത്ത് ഭാഷ്യകാരൻ നിർബീജീകരോതി എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. താത്പര്യം അവിടെ ഒരു ചോദ്യം വരുന്നത് മുൻകൂട്ടി കണ്ടിട്ടാണ് നിർബീജീകരോതി എന്ന് അർത്ഥം പറഞ്ഞത്. അതായത് കർമ്മം മുഴുവൻ ഭസ്മീകൃതമായാൽ പിന്നെ എങ്ങനെയാണ് വിജ്ഞാനിയുടെ ശരീരം നിലനിൽക്കുന്നത്? ഭസ്മീകരിക്കപ്പെട്ടു കർമ്മമെങ്കിൽ പിന്നെ ശരീരം നിലനിൽക്കില്ലല്ലോ. കാരണം ശരീരം പ്രാരബ്ധായത്തമാണല്ലോ. പ്രാരബ്ധം ഉള്ള കാലത്തോളമാണ് ശരീരം നിൽക്കുക. അതിനാണ് മറുപടി നിർബീജീകരോതി. ഇവിടെ ഭസ്മീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അതിൻ്റെ പ്രരോഹശക്തി നഷ്ടപ്പെടുന്നു. അതായത് അതിൻ്റെ സംസ്കാരത്തെയും വാസനയെയും ഉണ്ടാക്കി തീർക്കാനുള്ള ആ ഭാവമില്ലാതാവും. പുറമേന്ന് നോക്കിയാൽ ഒരു വിത്ത്, പയറിൻ്റെ വിത്ത് എടുത്തിട്ട് വറുത്താൽ വറുത്ത വിത്തും വറുക്കാത്ത വിത്തും ഒരുപോലെ ഉണ്ടാവും. പക്ഷേ വറുത്ത വിത്തിന് പുറമേ നോക്കിയാൽ ഒരു മാറ്റവും ഇല്ലെങ്കിലും അത് മുളയ്ക്കില്ല. ഇതേപോലെ തന്നെ വിജ്ഞാനിയുടെ ജ്ഞാനത്താൽ ദഹിപ്പിക്കപ്പെട്ട കർമ്മങ്ങൾ അത് നിർബീജീകരിക്കപ്പെട്ടതാണ്. അതിന് സംസ്കാരങ്ങളും വാസനകളും ഇനി മേലിലുണ്ടാവില്ല. ഇതാണ് ആ ഒരു പദം പ്രയോഗിക്കാൻ കാരണം. അത്രയും നമ്മൾ വായിച്ചു. തുടർന്ന് നഹി സാക്ഷാദേവ ജ്ഞാനാഗ്നിഃ കർമാണി ഇന്ധനവത് ഭസ്മീകർത്തും ശക്നോതി തസ്മാത് സമ്യക് ദർശനം സർവകർമ്മണാം നിർബീജത്വേ കാരണം ഇത്യഭിപ്രായഃ. നഹി സാക്ഷാദേവ ജ്ഞാനാഗ്നിഃ കർമാണി ഇന്ധനവത് ഭസ്മീകർത്തും ശക്നോതി തസ്മാത് സമ്യക് ദർശനം സർവകർമ്മണാം നിർബീജത്വേ കാരണം ഇത്യഭിപ്രായഃ. പറയാണ്, ഇപ്പോൾ വിറക് അഗ്നിയാൽ ഭസ്മീകരിക്കപ്പെടുന്നു. അവിടെ വിറകെന്നുള്ളത് ഒരു 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 മൂർത്തഭാവമുള്ള പദാർത്ഥമാണ്, ദ്രവ്യമാണ്. അപ്പൊ ദ്രവ്യത്വമാർന്ന വിറക് അഗ്നിയാൽ ഭസ്മീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ജ്ഞാനമാകുന്ന അഗ്നിയാൽ കർമ്മങ്ങൾ ഭസ്മീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ കർമ്മം ഒരു മൂർത്ത രൂപമുള്ള വസ്തു അല്ലല്ലോ, ഒരിക്കലും അല്ല. അപ്പൊ താല്പര്യം എന്താണ്? അതുകൊണ്ടാണ് പറയുന്നത് കർമ്മങ്ങളെ ജ്ഞാനമാകുന്ന അഗ്നി ഭസ്മീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അഗ്നി ഇന്ധനത്തെ ഭസ്മീകരിക്കുന്നു എന്നതുപോലെയല്ല. അങ്ങനെ സാധിക്കില്ല. അതൊരു ദൃഷ്ടാന്തം മാത്രമാണ്. പിന്നെ എങ്ങനെയാണ്? തസ്മാത് സമ്യക് ദർശനം സർവകർമ്മണം നിർബീജത്വേ കാരണം ഇത്യഭിപ്രായഃ. സർവകർമ്മങ്ങളുടെയും നിർബീജത്വത്തിന് കാരണമാണ് സമ്യക് ദർശനം എന്നാണ് അഭിപ്രായം. എന്ന് വെച്ചാൽ അർത്ഥം, ഞാൻ ചെയ്യുന്നു, ഇതെൻ്റെത്, ഇതെനിക്ക് വേണ്ടി എന്നുള്ള അഹങ്കാര മമത്വങ്ങൾ വിജ്ഞാനിയിൽ നിന്ന് തീരെ കൊഴിഞ്ഞു പോയതുകൊണ്ട്, ജ്ഞാനബലത്താൽ നിശേഷം കൊഴിഞ്ഞു പോയതുകൊണ്ട്
അത് വീണ്ടും കർമ്മ സംസ്കാരത്തെ, വാസനകളെ ഉണ്ടാക്കാൻ ശക്തമാവില്ല. അതാണ് നിർബീജീകരണം എന്ന് പറഞ്ഞ അർത്ഥം. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ കർമ്മങ്ങള് ശരീരമുള്ള കാലത്തോളം പ്രാരബ്ധമുണ്ടാകും. പക്ഷെ അത് ഭസ്മീകരിക്കപ്പെട്ടതായ അവസ്ഥയിലാണ്. ഭസ്മീകരിക്കപ്പെട്ട അവസ്ഥയിൽ എങ്ങനെയാ കർമ്മം ശേഷിക്കുക? നമ്മൾ സാധാരണ ഓർമ്മിക്കാറും പറയാറുള്ള ദൃഷ്ടാന്തമുണ്ട്. എപ്പോഴും ഓർമ്മിക്കാറുള്ള ദൃഷ്ടാന്തമാണ്. വളരെ ചെറുതാവുന്ന സമയത്ത്, ചെറിയ കുട്ടികളാവുമ്പോൾ അടുത്ത് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ വിശേഷ ചടങ്ങുകൾ വരുമ്പോൾ കുട്ടികൾക്ക് വലിയ സന്തോഷമാണ്. 2-3 കാരണമുണ്ട് സന്തോഷത്തിന്. ഒന്ന്, വെളിച്ചപ്പാട് തേങ്ങ എറിയും, ആ തേങ്ങ പിടിക്കാം. മറ്റൊന്ന്, ഈ ഗ്രാംഫോൺ കൊണ്ടുവരും റെക്കോർഡ് വയ്ക്കാൻ. അതുപോലെ പെട്രോൾ മാക്സ് കൊണ്ടുവരും. ഈ പെട്രോൾ മാക്സും ഗ്രാംഫോണുമാണ് വലിയ ആകർഷണം. അപ്പോൾ ഈ പെട്രോൾ മാക്സ് കൊണ്ടുവരുന്ന ചങ്ങാതി അവിടെ വരുന്നതിന് മുമ്പ് തന്നെ വഴിയിൽ വെച്ച് പിടിക്കും കുട്ടികൾ. എന്നിട്ട് ഏട്ടാ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആക്കണം, ഇത് പിടിക്കാൻ ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ചിലപ്പോൾ ഒരു ചായ വാങ്ങിത്താന്നൊക്കെ പറഞ്ഞാൽ ചായ പൈസ എവിടുന്ന് കിട്ടാനാ? അപ്പോൾ എന്തെങ്കിലും പൈസ ഒക്കെ മോഷ്ടിച്ച് പൈസ ഉണ്ടാക്കി ഇയാൾക്കൊരു ചായ മേടിച്ചു കൊടുക്കും. തമാശ പറയല്ല. അപ്പോൾ കുടനാരെ വീടിയെന്ന് ഒരു ചായ മേടിച്ചു കൊടുത്ത് ഇയാളെ കൊണ്ട് അപ്പോഴത്തേക്ക് പിന്നെ എന്തായി? ചായ മേടിച്ചു കൊടുത്താൽ പിന്നെ ഇയാളുടെ ആളായല്ലോ, ശിങ്കിടിയായി. അപ്പോൾ ആ പെട്രോൾ മാക്സ് പിടിക്കാൻ തരും. ശരിക്കും അറിയണം പിടിക്കാൻ, ഇല്ലെങ്കിൽ കൈ പൊള്ളും, പാളും. അപ്പോൾ മറ്റു കുട്ടികളുടെ മുമ്പിൽ എന്തായി? വലിയൊരു പത്രാസായി പെട്രോൾ മാക്സ് പിടിക്കുക എന്നൊക്കെ പറഞ്ഞത്. അതിനാണ് ഈ ചായയൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. ശരിക്ക് ആലോചിച്ച് നോക്കുമ്പോൾ എത്ര മിഠായി വാങ്ങേണ്ട പൈസയാണത്. അതൊക്കെ ഒരു ചായ വാങ്ങിക്കൊടുക്കേണ്ട നഷ്ടമാണ്. എന്നാലും അതൊരു സുഖമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ വളരെയധികം രസകരമായ കാഴ്ച, ഇയാളിപ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പ് പണി തുടങ്ങും. ഗ്ലാസ്സൊക്കെ തുടച്ച് അത് പണിയൊക്കെ കുട്ടികളെ കൊണ്ട് ഇടിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അയാളുടെ ഒരു പെട്ടിയുണ്ട്, ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിൻ്റെ പെട്ടീൻ്റെ മുകളിൽ ഫാർഗോ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഫാർഗോ. അതിൻ്റെ മുകളിൽ മാൻഡിലെടുത്ത് മണ്ണെണ്ണയിൽ മുക്കി നൂല് കൊണ്ട് ഇമ്മൊരു കെട്ടുണ്ട്. അത് കെട്ടിയിട്ട് അത് തീ കൊടുത്ത് കത്തിക്കും. ശരിക്കും കാണുമ്പോൾ ഒരു സങ്കടമാവും. കാരണം കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന സാധനം കത്തിക്കുക പറഞ്ഞാൽ ഇതൊരു സങ്കടമാണത്. അങ്ങനെ ആ മാൻഡിൽ മുഴുവൻ കത്തി വെണ്ണീറാവും. എന്നിട്ടാണ് അതിൽ കാറ്റടിക്കുന്നത്, എന്നിട്ടാണ് അതിൽ തീ വെക്കുന്നത്. അപ്പോഴാണ് അത് നല്ല ചുറ്റുപാട് മുഴുവൻ പ്രകാശം പരത്തുന്നത്. ഇത് കൊച്ചു കുട്ടിയാവുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി നിൽക്കാറുണ്ട്. കാരണം അത് വലിയൊരു തത്വമാണ്, വലിയൊരു സന്ദേശമാണ്. സ്വയം കത്തി ചാമ്പലായാലേ ചുറ്റുപാട് വെളിച്ചം കൊടുക്കാൻ സാധിക്കൂ. ചുറ്റുപാട് വെളിച്ചം കൊടുക്കാൻ സാധിക്കണമെങ്കിൽ സ്വയം കത്തി ചാമ്പലാവണം. സ്വയം കത്തി ചാമ്പലാവാതെ വെളിച്ചം കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതാണ്. അപ്പം വിജ്ഞാനിയുടെ പ്രാരബ്ധം അത് കത്തിക്കഴിഞ്ഞതാ. എങ്കിലും അത് ഈ പെട്രോമാക്സിൻ്റെ മാൻഡിൽ പോലെയൊക്കെ നിൽക്കും, വീഴുന്നില്ല, പൊടിഞ്ഞ് വീഴുന്നില്ല. ഒന്ന് ഇളകിയാൽ വീഴും, എന്നാലും കുറച്ച് അത്യാവശ്യം ഇളകിയാലൊന്നും വീഴില്ല. അതാണ് ചുറ്റുപാട് വെളിച്ചം കൊടുക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ ഇങ്ങനെ ഭസ്മീകൃതമായ, നിർബീജീകരിക്കപ്പെട്ട കർമ്മത്തോടു കൂടിയാണ്. ഇപ്പൊ പ്രാരബ്ധം തീർത്തും ഭസ്മീകരിക്കപ്പെട്ടു. സഞ്ചിതവും ആഗാമിയും പോയി. സഞ്ചിതം ഭസ്മമായി പോയി, ഇല്ല. ആഗാമി തടയപ്പെട്ടു. ഇതാണ് കർമ്മങ്ങൾ മുഴുവൻ ഭസ്മമാകുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്.
സാമർഥ്യാത് യേന കർമ്മണ ശരീരം ആരബ്ധം തത് പ്രവൃത്തഫലത്വാത് ഉപഭോഗേന ഏവ ക്ഷീയതേ. അതഃ യാനി അപ്രവൃത്തഫലാനി ജ്ഞാനോത്പത്തേഃ പ്രാകൃതാനി ജ്ഞാനസഹഭാവീനി ച അതീത അനേകജന്മകൃതാനി ച താനി ഏവ സർവാണി ഭസ്മസാത് കുരുതേ. ഭാഷ്യകാരൻ പറയാണ്, സാമർഥ്യാത് യേന കർമ്മണ ശരീരം ആരബ്ധം തത് പ്രവൃത്തഫലത്വാത് ഉപഭോഗേന ഏവ ക്ഷീയത്തെ. അതഃ യാനി അപ്രവൃത്തഫലാനി ജ്ഞാനോത്പത്തേഃ പ്രാകൃതാനി ജ്ഞാനസഹഭാവീനി ച അതീത അനേകജന്മകൃതാനി ച താനി ഏവ സർവാണി ഭസ്മസാത് കുരുതേ. അപ്പൊ പ്രാരബ്ധം നിർബീജീകരിക്കപ്പെട്ടു, നിശേഷം കത്തിപ്പോവല്ല ചെയ്തത്. അത് ഈ പെട്രോൾ മാക്സിൻ്റെ മാൻഡിൽ പോലെ കത്തിക്കിടക്കുക. വെണ്ണീറാണ്, പക്ഷെ തൂങ്ങി കിടക്കുന്നുണ്ട്, ആകാരമുണ്ട്, അത് നിൽക്കുന്നുണ്ട്. അതുപോലെ പ്രാരബ്ധം നിൽക്കും. ഏന കർമ്മണ ശരീരം ആരബ്ധം, യാതൊരു കർമ്മം കൊണ്ട് ശരീരം ആരംഭിച്ചിരിക്കുന്നുവോ, ഏതത് പ്രാരബ്ധം. പ്രകർഷേണ ആരബ്ധം പ്രാരബ്ധം. ചിലർ ഒന്ന് നീട്ടി പ്രാരാബ്ധം എന്നൊക്കെ പറയാറുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. പ്രാരബ്ധം. തത് പ്രവൃത്തഫലത്വ, അത് ഈ പ്രാരബ്ധം തൊടുത്തു വിടപ്പെട്ട അമ്പ് പോലെയാണ്. അമ്പ് നമുക്ക് വില്ലിൽ നിന്ന് വിടുന്നത് വരെ നിയന്ത്രണമുണ്ട്. വിടാതിരിക്കാം, ശക്തി കുറച്ച് വിടാം, ശക്തി കൂട്ടി വിടാം, ഒക്കെ ചെയ്യാം. പക്ഷെ ഒരിക്കൽ വില്ലിൽ നിന്ന് അമ്പ് വിട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ നിയന്ത്രണം ഉണ്ടോ? ഇല്ല, പിന്നെ നിയന്ത്രണമില്ല. ഇതേപോലെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാരബ്ധകർമ്മം. അതാരംഭിച്ചു കഴിഞ്ഞു, ഇനി അതിൽ നിയന്ത്രണമില്ല. ഇനി അത് തീരണവരെ ഇരിക്കണം, തീരണവരെ ഇരിക്കണം. പ്രാരബ്ധം കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നമ്മുടെ ശരീരം ഇരിക്കില്ല. പ്രാരബ്ധം കഴിയാതെ എന്ത് ചെയ്താലും ഒട്ട് പോവുകയില്ല. അതുകൊണ്ട് അകാല മരണം എന്നൊന്നില്ല. ചിലരൊക്കെ പറയാറുണ്ട്, അകാല മരണം സംഭവിച്ചു സ്വാമി. അകാല മരണം സംഭവിക്കില്ല, കാലത്തിലേ മരിക്കൂ. അപ്പോൾ നമ്മൾ കണക്കൂട്ടി വെച്ചതല്ലല്ലോ കാലം. ആ ജീവൻ്റെ ആ ജന്മത്തിലുള്ള പ്രാരബ്ധം എന്തോ അതാണ് കാലം. നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പ്രവൃത്ത ഫലം വരെ അത് തുടങ്ങിയത് ഉപഭോഗേനേവ ക്ഷീയത. ഉപഭോഗം കൊണ്ട് അത് ക്ഷയിച്ചില്ലാതാവും. അതുവരെ ഈ പെട്രോൾ മാക്സിൻ്റെ മാൻഡിൽ പോലെ കിടക്കും, ഇങ്ങനെ ക്ഷയിക്കും. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം? യാനി അപ്രവൃത്ത ഫലാനി ജ്ഞാനോത്പത്തേഹേ പ്രാകൃതാനി ജ്ഞാനസഹഭാവീനി ച അതീത അനേക ജന്മകൃതാനി ച. മൊത്തം കർമ്മങ്ങൾ എത്രയാ? 3. സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി. സഞ്ചിതം എന്ന് പറഞ്ഞാൽ അനേക ജന്മങ്ങളിലൂടെ നമ്മൾ സഞ്ചയിച്ച് വെച്ച മൊത്തം കർമ്മങ്ങളാണ് സഞ്ചിത കർമ്മങ്ങൾ. എത്ര ജന്മാന്തരങ്ങളുടെ നമുക്കറിയില്ല, മൊത്തം സഞ്ചയമാണ്. ഇത് മുഴുവൻ സൂക്ഷ്മ ശരീരത്തിൽ അതികാരണഭാവത്തിൽ ശേഖരിക്കപ്പെട്ടിരിക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പലരും ചോദിക്കും, ഈ ഇത്രയും ജന്മജന്മാന്തരങ്ങളുടെ കർമ്മമൊക്കെ ശേഖരിച്ച് വയ്ക്കാൻ ഇതെന്താ, എങ്ങനെയാണ് സാധിക്കുക എന്നൊക്കെ ചോദിക്കും. കാരണം അന്ന് നമ്മുടെ മനസ്സിലുള്ളത് ചിലപ്പോൾ വല്ല ബുക്കുകളും ഫയലുകളൊക്കെ ആയിരിക്കും. ഇപ്പോൾ കാലം മാറിയപ്പോൾ എളുപ്പമാണ്. ഒരു ബിന്ദുവിൻ്റെ അത്ര സ്ഥലം വേണ്ട, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പേജസ് ഉള്ള ബുക്ക് ശേഖരിക്കാൻ. ഒരു ബിന്ദുവിൻ്റെ അത്ര പോലും ആവശ്യമില്ല. എങ്കിൽ കാരണഭാവത്തിലേക്ക് പോയാൽ എത്രമാത്രം ശേഖരിക്കാൻ കഴിയും? അങ്ങനെ സകല സംസ്കാരങ്ങളെയും ശേഖരിച്ചു വച്ചിരിക്കുക. അതാണ് മൊത്തം സഞ്ചിതം. ആ സഞ്ചിതത്തിൽ നിന്ന് ചെറിയൊരു പങ്കാണ്
ഈ ജന്മത്തിന് കാരണമായി തീരുന്നത്. ഈ ജന്മത്തിന് കാരണമായി തീരുന്ന കർമ്മത്തെയാണ് നമ്മൾ പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. അങ്ങനെ പ്രാരബ്ധാനുസാരം നമ്മൾ ജീവിക്കുന്നു. ആ ജീവിക്കുന്ന സമയത്ത് നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ട്, അതിന് ഫലം വന്നു ചേരുന്നുണ്ട്, അത് സഞ്ചിതത്തോട് ചേരും. എന്നാൽ ഇനിയും വന്നു ചേരാനുള്ള ഫലം ഇപ്പം ചെയ്തു കഴിഞ്ഞു, കർമ്മം ചെയ്തു, ജ്ഞാനസഹഭാവീനി ജ്ഞാനസഹകാലത്തിൽ തന്നെ ചെയ്തു, പക്ഷേ ഫലം വന്നു ചേരാനിരിക്കുന്നു. അത്തരം കർമ്മങ്ങൾക്കാണ് നമ്മൾ ആഗാമി കർമ്മങ്ങൾ എന്ന് പറയുക. അങ്ങനെ കർമ്മങ്ങൾ 3 സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി. അപ്പം അതിൽ പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീരണം. അത് വിജ്ഞാനിയെ സംബന്ധിച്ച് വറുക്കപ്പെട്ട പയർവിത്ത് പോലെ അല്ലെങ്കിൽ കത്തി വെണ്ണീറായ ഈ പെട്രോമാക്സിൻ്റെ മാൻഡിൽ പോലെ ആയിട്ടുണ്ട്. മറ്റത് രണ്ടും, സഞ്ചിതവും ആഗാമിയും, എല്ലാം ഭസ്മം. അതുകൊണ്ട് വിദ്വാന്, വിജ്ഞാനിക്ക് കർമ്മശേഷമില്ല. അതീത് അനേക ജന്മകൃതാനിച്ച് താനി സർവാണി ഭസ്മസാത് കുരുതേ. ഇതിനെയൊക്കെ ഭസ്മീകരിക്കുന്നു ജ്ഞാനം. യതഃ ഏവം അതഃ, യാതൊരു കാരണം കൊണ്ട് ഇങ്ങനെയാണോ അതുകൊണ്ട്. യതഃ ഏവം അതഃ, യാതൊരു കാരണം കൊണ്ട് ഇങ്ങനെയാണോ അതുകൊണ്ട്. യതഃ എന്ന് പറഞ്ഞാൽ യാതൊരു കാരണം കൊണ്ട്, ഏവം ഇപ്രകാരം, അതഃ അതുകൊണ്ട്. എന്താ അതുകൊണ്ട്? നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധ കാലേനാത്മനി വിന്ദതി. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. അപ്പോൾ സമ്പൂർണമായി കർമ്മങ്ങൾ ജ്ഞാനാഗ്നിയാൽ ഭസ്മീകരിക്കപ്പെടുന്നത് കൊണ്ട് ജ്ഞാനേന സദൃശം പവിത്രം ഇഹ നഹി വിദ്യതേ. ജ്ഞാനം പോലെ പവിത്രമാക്കി തീർക്കുന്ന മറ്റൊന്നിവിടെയില്ല, ശുദ്ധികരമായിട്ടുള്ളത്. എല്ലാറ്റിനെയും ഏറ്റവും ശുദ്ധീകരിക്കുന്നത് അഗ്നിയാണ്. അഗ്നിയാൽ ശുദ്ധീകരിക്കുന്നു. വിശിഷ്ടങ്ങളായിരിക്കുന്ന ലോഹങ്ങൾ, വിശിഷ്ടങ്ങളായ ധാതുക്കളൊക്കെ അഗ്നി കൊണ്ടാണ് നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുന്നത്. അഗ്നിശുദ്ധി അല്ലെങ്കിലും പ്രസിദ്ധ ആണല്ലോ. സീതയും മറ്റും അഗ്നിശുദ്ധി രാമായണത്തിലൊക്കെ പ്രസിദ്ധമായത് ഓർമ്മിക്കുക. അപ്പോൾ അതിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ജ്ഞാനമാണല്ലോ അഗ്നി. ജ്ഞാനേന സദൃശം പവിത്രം ഇഹ നഹി വിദ്യതേ. ജ്ഞാനം പോലെ പവിത്രമാക്കുന്നത് മറ്റൊന്നില്ല. മറ്റ് പ്രായശ്ചിത്തങ്ങളോ കർമ്മങ്ങളോ ഉപാസനകളോ ഒക്കെ ഒരു പരിധിവരെ ശുദ്ധിയെ തരും, ഇല്ല എന്ന് പറയുന്നില്ല. വിശിഷ്ടങ്ങളായ കർമ്മങ്ങൾ, തപസ്സുകൾ, പക്ഷേ അവയ്ക്കൊന്നും മരണത്തെ അഭിഭവം ചെയ്യാൻ കഴിയില്ല, മരണത്തെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. മരണത്തെ കീഴ്പ്പെടുത്താനുള്ള കഴിവ് ജ്ഞാനത്തിന് മാത്രമേ ഉള്ളൂ. നമ്മിലെ എല്ലാ ന്യൂനതകളെയും ദോഷങ്ങളെയും മാലിന്യങ്ങളെയും ഇല്ലാതാക്കുന്നതിൽ ഒന്നാം സ്ഥാനം ജ്ഞാനത്തിന് തന്നെയാണ്. കാരണം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ശരീരേന്ദ്രിയ പ്രാണമനോബുദ്ധികളോട് താതാത്മ്യമുള്ള കാലത്തോളം ഒന്നല്ലെങ്കിൽ മറ്റൊരു ദോഷം നമ്മളിൽ വരും, ഒന്നല്ലെങ്കിൽ മറ്റൊരു മാലിന്യം നമ്മളിൽ വരും. എന്നാൽ ശരീരേന്ദ്രിയ പ്രാണമനോബുദ്ധികളല്ല താൻ എന്ന ഉറച്ച ബോധം, പിന്നെന്താ ശുദ്ധിയാണ്? പിന്നെ അശുദ്ധിയില്ല. അതുകൊണ്ട് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത് സ്വയം യോഗസംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. അത് ആ ജ്ഞാനത്തെ യോഗസംസിദ്ധഃ, യോഗസംസിദ്ധനായവൻ, യോഗത്താൽ സംസിദ്ധനായവൻ, നിരന്തരമായ മനോനിയന്ത്രണ സാധനകളെ കൊണ്ട്, നിരന്തരമായ ചിത്തശുദ്ധികരങ്ങളായ സാധനകളെ കൊണ്ട്
സംസിദ്ധനായവൻ, യോഗേന സംസിദ്ധ, യോഗസംസിദ്ധനായവൻ കാലേന, കാലം കൊണ്ട് തന്നിൽ നേടുന്നു ജ്ഞാനത്തെ. തന്നിൽ നേടുന്നു. ആര്? യോഗസംസിദ്ധൻ. യോഗം എന്താ? ചിത്തവൃത്തികളെ നിരോധിക്കുന്ന, അന്ധഃകരണത്തെ ഏകാഗ്രവും ശുദ്ധവുമാക്കുന്ന സാധനാക്രമങ്ങളെ മുഴുവൻ നമുക്ക് യോഗശബ്ദത്താൽ പറയാം. ഇപ്പം സാധകൻ എന്നൊറ്റ വാക്കിൽ അർത്ഥം. ഇപ്പം ചിത്തശുദ്ധിക്ക്, ഏകാഗ്രതയ്ക്ക് സാധനാനുഷ്ഠാനങ്ങളെ ചെയ്യുന്ന വ്യക്തി അന്ധഃകരണശുദ്ധി ക്ഷയത്തിൽ, അന്ധഃകരണശുദ്ധി നേടുന്ന, അശുദ്ധി അന്ധഃകരണശുദ്ധി ക്ഷയത്തിൽ, അന്ധഃകരണത്തിൻ്റെ അശുദ്ധി ക്ഷയിക്കുന്ന സന്ദർഭത്തിൽ ഈ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു. ജ്ഞാനം പുറമേന്ന് കിട്ടേണ്ടതല്ല. ആർക്കും ജ്ഞാനം പുറമേന്ന് കിട്ടില്ല. പുറമേന്ന് കിട്ടേണ്ട വസ്തുവല്ല ജ്ഞാനം. പിന്നെയോ അജ്ഞാനത്താൽ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ അജ്ഞാനാവരണം നീങ്ങുമ്പോൾ സ്വതസിദ്ധമായ ജ്ഞാനം പ്രകാശിക്കും. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. അജ്ഞാനം കൊണ്ട് ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതിനാലാണ് ജന്തുക്കൾ മോഹിക്കുന്നത്. ഈ അജ്ഞാനാവരണം മുഴുവൻ നീങ്ങുന്നു. അപ്പോൾ സ്വതസിദ്ധമായ ജ്ഞാനം പ്രകാശിക്കും. കാലേന ആത്മനി വിന്ദതി. ശ്രദ്ധിക്കുക, നോക്കൂ. നഹി ജ്ഞാനേന സദൃശം തുല്യം പവിത്രം പാവനം ശുദ്ധികരമിഹ വിദ്യതേ തത് ജ്ഞാനം സ്വയമേവ യോഗസംസിദ്ധഃ യോഗേന കർമ്മയോഗേന സമാധിയോഗേന ച സംസിദ്ധഃ സംസ്കൃതഃ യോഗ്യതാം ആപന്നഃ മുമുക്ഷുഃ കാലേന മഹത ആത്മനി വിന്ദതി ലഭതേ ഇത്യർത്ഥഃ. നഹി ജ്ഞാനേന സദൃശം തുല്യം പവിത്രം പാവനം ശുദ്ധികരം ഇഹ വിദ്യതേ തത് ജ്ഞാനം സ്വയമേവ യോഗസംസിദ്ധഃ യോഗേന കർമ്മയോഗേന സമാധിയോഗേന ച സംസിദ്ധഃ സംസ്കൃതഃ യോഗ്യതാം ആപന്നഃ മുമുക്ഷുഃ കാലേന മഹത ആത്മനി വിന്ദതി ലഭതേ ഇത്യർത്ഥഃ. അപ്പം ജ്ഞാനം പോലെ പവിത്രമായി മറ്റൊന്നില്ല. അതെങ്ങനെയാണെന്ന് ചിന്തിച്ച് ഉറപ്പിക്കണം. ഒന്ന്, പരിമിതങ്ങളായ ഉപാധികളുമായുള്ള താദാത്മ്യത്തെ ഇല്ലാതാക്കുന്നു ജ്ഞാനം. അത് തന്നെ മതി. അങ്ങനെ തൻ്റെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവത്തെ അറിയുന്നു. അങ്ങനെ അറിയിക്കുന്ന ജ്ഞാനം പോലെ പരിശുദ്ധമാക്കുന്ന മറ്റൊന്നില്ല. ശുദ്ധികരമിഹ വിദ്യതേ തത് ജ്ഞാനം സ്വയമേവ. സ്വയമേവ ജ്ഞാനം പ്രകാശിക്കുകയാണ്, നേടുകയാണ്. ആര്? യോഗസംസിദ്ധൻ, യോഗത്താൽ സംസിദ്ധനായവൻ. അവിടെ യോഗം എന്നുള്ളതിന് ഭഗവാൻ ഭാഷ്യകാരൻ രണ്ടർത്ഥങ്ങളാണ് കൊടുക്കുന്നത്. കർമ്മയോഗേന സമാധിയോഗേന ച. വാസ്തവത്തിൽ യോഗം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. കാരണം ആത്മവിജ്ഞാന പ്രാപ്തിക്കുള്ള എല്ലാ സാധനങ്ങളെയും നമ്മൾ യോഗശബ്ദം കൊണ്ട് തന്നെയാണ് പറയുക. എല്ലാ സാധനങ്ങളും യോഗശബ്ദത്തിൽ അന്തർഭവിക്കും. ജ്ഞാന, കർമ്മ, ഭക്തി, അഷ്ടാംഗ, സകല യോഗങ്ങൾ. എങ്കിൽ ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ കർമ്മയോഗേന, കർമ്മയോഗം കൊണ്ട്. എന്താ കർമ്മയോഗം? കർമ്മയോഗം എന്ന് ശരിക്ക് പറഞ്ഞാൽ അർത്ഥം ഫലകാമനയില്ലാതെ കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം. ഈ ഫലകാമനയില്ലാതെ കർമ്മം ചെയ്യാന്ന് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അത് ചെയ്യാൻ എളുപ്പമാണോ? ഒരിക്കലും അല്ല. പ്രസംഗിക്കാൻ പറ്റും, ഗംഭീരമായിട്ട് മണിക്കൂറുകൾ വേണ്ട കർമ്മയോഗത്തെക്കുറിച്ച് നമുക്ക് പ്രസംഗിക്കാം. പക്ഷെ അത് പ്രയോജനമില്ല. കാരണം കർമ്മത്തോട് ചേർന്ന് അറിയാതെ തന്നെ ഫലകാമന വരും. അപ്പം പിന്നെ
കർമ്മയോഗത്തെ നേടിയെടുക്കാനുള്ള ഉപായം എന്ത്? അവിടെയാണ് ഭഗവത്ഗീതയും മറ്റും ചെയ്യുന്ന ഏറ്റവും വലിയ സംഭാവന. കർമ്മയോഗത്തെ നേടിയെടുക്കാനുള്ള ഉപായത്തെ പറഞ്ഞു തന്നു. ഈശ്വരാർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യൂ. അത് സാധിക്കും. ഫലകാമനയില്ലാതെ കർമ്മം ചെയ്യുക എന്നുള്ളതല്ല, ഈശ്വരാർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യൂ. ഈശ്വരാർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യുമ്പോൾ ഫലകാമന താനേ കൊഴിഞ്ഞു വീഴും. എങ്ങനെയാണ് ഈശ്വരാർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യുന്നത്? ഈ പ്രപഞ്ചത്തെ ഒന്ന് നിരീക്ഷിക്കുക. ഇവിടെയുള്ള സകല പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കുക. ഒരണുകണം മുതൽ അഥവാ ആണവിക കണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളടങ്ങുന്ന പ്രപഞ്ചം വരെ സകലത്തെയും നിരീക്ഷിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവും എല്ലാം ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരാറ്റം എടുത്താൽ അതുപോലും, ഒരു മാലിക്യൂൾ എടുത്താൽ അതുപോലും, ഇനി മൊത്തം ഈ പ്രപഞ്ചം മുഴുവൻ എടുത്താൽ അതുപോലും ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ആ വ്യവസ്ഥയ്ക്കാണ് നമ്മൾ ധർമ്മം എന്ന് പേര് പറയുക. ധർമ്മം, പ്രപഞ്ച വ്യവസ്ഥ അഥവാ പ്രപഞ്ച താളമാണ് ധർമ്മം. അപ്പം അത് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാം, ഒരണുക്കണ്ണത്തിനുള്ളിലായാലും ഒരു ജീവകോശത്തിനുള്ളിലായാലും ഈ ശരീരത്തിനുള്ളിലായാലും ഇനി സമഷ്ടി നമുക്ക് അറിയുന്ന സമഷ്ടി ശരീരത്തിനുള്ളിലായാലും എല്ലാം ഒരു വ്യവസ്ഥ വ്യക്തമായി പരിപാലിക്കപ്പെടുന്നുണ്ട്. എല്ലാത്തിനെയും കോർത്തു നിർത്തിയത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൽ ചെറിയൊരു പങ്കാണ് ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്. അത് മുഴുവൻ സമഷ്ടി പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ചിന്തിച്ചു നോക്കൂ. ഇതിനെ മാറ്റാൻ നമുക്ക് കഴിയില്ല. നമ്മൾ വിചാരിച്ചാൽ സൂര്യോദയത്തെ ഒരു സെക്കൻഡ് മാറ്റാൻ പറ്റുമോ? ഇല്ല. സൂര്യാസ്തമയത്തെ മാറ്റാൻ പറ്റുമോ? ഇല്ല. സമഷ്ടിയിലെ ഒരു നിയമത്തെ നമുക്ക് മാറ്റാൻ വയ്യ. അതിന് വിധേയമായിട്ടിരിക്കാനേ പറ്റൂ, അതിൽ അന്തർഭവിച്ചിരിക്കാനേ പറ്റൂ. എന്തിന് സൂര്യോദയ അസ്തമയമൊക്കെ പറയണത്? നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആയുസ് ഒരു മിനിറ്റ് ഇങ്ങോട്ടാക്കാൻ പറ്റുമോ, ഒരു മിനിറ്റ് അങ്ങോട്ടാക്കാൻ പറ്റുമോ? കുറച്ചും കൂടി പലിശേൻ്റെ കണക്ക് ശരിയാക്കാനുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ആധാരം തിരുത്താനുണ്ട്, അതുകൊണ്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലേ. അപ്പം തന്നെ പോകണം. ഒരു സെക്കൻഡ് പോലും അയാൾ കാത്തു നിൽക്കുമോ? പോത്തിൻ്റെ പുറത്താ വരിക എന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ പറഞ്ഞാൽ തിരക്കേടില്ല. പോത്തിൻ്റെ പുറത്താണ് അത്ര വരിക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ അദ്ദേഹം ദ്വിജനായതാ, പഠിച്ച് മരിച്ചു എന്നെല്ലാവരും കണക്കാക്കിയിട്ട് ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഒക്കെ പോയി. അന്നാണ് കേരളത്തിൽ ഒരുവിധം എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രാർത്ഥന അങ്ങനെ ധാരാളമായിട്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ത്? ഈ വലിയ കണ്ടിട്ടില്ല. ഈ പോത്തിൻ്റെ പുറത്ത് വരുന്ന ആളെ കണ്ടിട്ടുണ്ട്. കാരണം മരിച്ചു ജീവിച്ചു എന്നാണ് പറയണതേ. അപ്പോൾ ഒരു സെക്കൻഡ് വൈകുമോ? പറയൂ. ഇല്ല. എനിക്ക് ഈ ഭാഷ്യം 4-ാം അധ്യായം തീർക്കണം എന്നിട്ട് വന്നോളൂ എന്ന് പറയാൻ പറ്റുമോ? അതില്ല. എപ്പോഴാണ് എപ്പോൾ പോകണം? പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോയി സ്വാമി അവിടെ പോയി, സ്വാമി പോയടേ, കാറ്റുപോയി, ഇനി അയാളെ കൊണ്ടുള്ള ഉപദ്രവമില്ല. അത്രേ ഉള്ളൂ. ഇതാണ് സ്ഥിതി. പിന്നല്ലേ സൂര്യനെ മാറ്റാൻ പറ്റണം. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്. അതിൽ അന്തർഭവിച്ചതാണ് എൻ്റെ കർമ്മം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭഗവാനെ, എല്ലാം അവിടുത്തെ കർമ്മ, അതിൽ എൻ്റെ ചെറിയൊരു പങ്ക് ഞാൻ ചെയ്തു, അതാ അങ്ങേക്ക് എന്നെ സമർപ്പിക്കണം. ഇതിൻ്റെ മുഴുവൻ യജമാനൻ അങ്ങാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് എങ്ങനെ ഭക്തി ഉണ്ടാവും എന്നുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ നാരദൻ തൻ്റെ സൂത്രത്തിൽ പറയുന്നുണ്ട്, തസ്യാഹ ജ്ഞാനമേവ സാധനമിത്തിയേക്കെ എന്ന്. ഭക്തി ഉണ്ടാവാനുള്ള സാധനാക്രമം ജ്ഞാനമാണെന്ന് ചിലർ പറയുന്നു. ഈ പറഞ്ഞ പ്രപഞ്ച പാരസ്പര്യത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്നാണ് ശുദ്ധമായ ഭക്തി ഉണ്ടാവുക.
ചിന്തിക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടേതായ കർമ്മങ്ങളെ ഈശ്വരാർപ്പണ ഭാവത്തിൽ അനുഷ്ഠിക്കാൻ കഴിയും. അങ്ങനെ അനുഷ്ഠിച്ചാൽ അത് കർമ്മയോഗമായി മാറും. അപ്പം ആരും തന്നെ ഈശ്വരാർപ്പണ ഭാവനത്തിൽ ചെയ്യുന്നതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അതാണ് കർമ്മയോഗം. പക്ഷെ ശരിക്കും കർമ്മയോഗം ഫലകാമന ഇല്ലാതെ ചെയ്യുന്നതാണ്. അതിനെ പ്രാപിക്കാനുള്ള ഉപായമാണിത്. അതുപോലെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം തുടങ്ങിയ മാർഗങ്ങളിലൂടെ സമാധിയെ പ്രാപിക്കുന്ന, അഥവാ ശ്രവണ മനന നിധിധ്യാസങ്ങളിലൂടെ സമാധിയെ പ്രാപിക്കുന്ന, അഥവാ മന്ത്രോപാസനയിലൂടെ, ജപങ്ങളിലൂടെ അങ്ങനെ സമാധിയെ പ്രാപിക്കുന്ന, ഇതൊക്കെ ചേർന്നതാണ് സമാധിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ കർമ്മയോഗേന സമാധിയോഗേന ച സംസിദ്ധ, യോഗസംസിദ്ധനായവൻ കാലേന മഹതാ, അവിടെ കാലേന എന്നുള്ളിടത്ത് മഹതാ എന്ന് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുക, വലിയ കാലം കൊണ്ട്. ഏതായി വലിയ കാലം? അയ്യോ, അപ്പം നമ്മളൊന്നും ഇപ്പോൾ പരിശ്രമിച്ചിട്ട് കാര്യമല്ലല്ലോ, ഇനിയും വലിയ കാലം കാത്തിരിക്കണ്ടേ എന്ന് പറയാൻ പറ്റില്ല. എത്ര വലിയ കാലം കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഭാഷ്യത്തിന് അടുത്തെത്തുന്നത്? അപ്പോൾ ഇനിയിപ്പോൾ വലിയ കാലം എന്ന് പറഞ്ഞാൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അത് ശ്രദ്ധിക്കുക. അനേക ജന്മസംസിദ്ധ തതോ യാതി പരാം ഗതി. അനേക ജന്മങ്ങളിലൂടെ സംസിദ്ധനായിട്ടാണ് പരമമായ ഗതിയെ പ്രാപിക്കുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാവണം മഹതാകാലേന എന്ന് പറഞ്ഞത്. വലിയ കാലം കൊണ്ട് യോഗസംസിദ്ധൻ, സംസ്കൃതനായിട്ടുള്ളവൻ ആരാണത്? യോഗ്യതാമാപന്നഹ മുമുക്ഷുഹു, തത്വജ്ഞാനത്തിനുള്ള യോഗ്യതയെ നേടിയ മുമുക്ഷു. യോഗ്യത മുഖ്യമാണ്. പാത്രത്വം നേടണം. അങ്ങനെ യോഗ്യതയെ നേടിയവനായ മുമുക്ഷു ആത്മനി വിന്ദതി ലഭതേ, തന്നിൽ തന്നെ നേടുന്നു. എന്തിനെ? ഈ ജ്ഞാനത്തെ. അപ്പം നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധ കാലേനാത്മനി വിന്ദതി. വ്യക്തമാണല്ലോ ഇല്ലേ? നോക്കൂ, യേന ഏകാന്തേന ജ്ഞാനപ്രാപ്തി ഭവതി സ ഉപായ ഉപദിശ്യതേ. ഇങ്ങനെയുള്ള ജ്ഞാനപ്രാപ്തിക്കുള്ള ഉപായം എന്താ? ജ്ഞാനപ്രാപ്തിക്കുള്ള ഉപായം പറയുന്നു. ജ്ഞാനപ്രാപ്തിക്കുള്ള ഉപായം പറയുന്നു. എങ്ങനെ? ഏകാന്തേന ജ്ഞാനപ്രാപ്തി. തീർത്തും ജ്ഞാനപ്രാപ്തിക്കുള്ളതായ ഉപായം. എന്താണ് ഉപായം? പറയുന്നു. അതിനാ ഉപായം പറയണത്? ഉപായത്തിലൂടെയല്ലേ ഉഭയപ്രാപ്തിയുള്ളൂ. വഴിയിലൂടെയല്ലേ ലക്ഷ്യത്തിലെത്തുള്ളൂ. ഉപായം പ്രവർത്തിച്ചാലല്ലേ ഉഭയം കിട്ടുള്ളൂ. അല്ലാണ്ട് ഉഭയം കിട്ടുമോ? ഇല്ല. അപ്പോൾ ഉപായം അറിയണം. എന്താ നിങ്ങളിപ്പോൾ പറയണത്? നേരത്തെ പറഞ്ഞല്ലോ ഉപായം. ജ്ഞാനപ്രാപ്തിക്കുള്ള ഉപായം നേരത്തെ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ എന്നൊക്കെ. അപ്പം മറുപടി പറയാനുള്ളത് അത് ശരിയായ ഉപായം അല്ല. ഉപായം എന്നാണ് അവിടെ പറഞ്ഞത്. ശരിയായ ഉപായമാണ്, എന്നാലും അത് ശരിയായ ഉപായം അല്ല. കാരണം ഒരു സമർപ്പണ ഭാവവുമില്ലാതെ നമുക്ക് നമസ്കരിക്കാൻ പറ്റും ഇല്ലേ? നമ്മളെന്നെ ധാരാളം കാണാറുണ്ട്. ക്യാമറമാനൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് അപ്പുറത്ത് ക്യാമറയും കൊണ്ട് നിൽക്കണ്ട, ഇപ്പുറത്ത് വന്ന് നമസ്കരിക്കും. അപ്പോൾ നമസ്കരിക്കും, അയാൾക്ക് ഫോട്ടോ നമസ്കരിക്കുന്നതാണ് കിട്ടേണ്ടത്. അപ്പോൾ ക്യാമറ ശരിക്കും ക്ലിക്ക് ചെയ്തില്ല ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ദേഷ്യമായി, എന്നിട്ട് വീണ്ടും നമസ്കരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഞാൻ നമസ്കരിച്ചത് ഇയാൾ കണ്ടില്ല എന്ന് വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി ഞാൻ നമസ്കരിച്ചു കേട്ടോ, അത് ശരി, ഇങ്ങനെയൊക്കെ ചെയ്യണവരുണ്ട്. അത് സമർപ്പണ ഭാവത്തിലല്ല. അത് പിന്നെ പരിപ്രശ്നമാണ്. പരിപ്രശ്നം അറിയാൻ വേണ്ടി ജിജ്ഞാസയോടുകൂടി മാത്രമേ ചോദിക്കുള്ളൂ. അറിയാൻ ചോദിക്കാം, അറിയിക്കാൻ ചോദിക്കാം, അളക്കാൻ ചോദിക്കാം, നേരം പോക്കിന് ചോദിക്കാം. ചോദിച്ചൂടെ? ഇല്ല. അറിയാൻ വേണ്ടി ചോദിക്കാം. ശരിയായ ജിജ്ഞാസയിൽ അറിയാൻ വേണ്ടി. സ്വാമി ഒരു സംശയം ചോദിക്കാൻ കിട്ടുമോ? ശരി, അറിയാം. അറിയിക്കാൻ വേണ്ടി ചോദിക്കാം. അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചൂടാ ഇല്ലേ?
അത് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചോദിക്കാം. എനിക്ക് ഇന്നതൊക്കെ അറിയാം, ഇയാളൊന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ധാരാളം ചോദിക്കാം, അറിയിക്കാൻ വേണ്ടിയിട്ട്. 3 അളക്കാൻ വേണ്ടി ചോദിക്കാം. ഇയാൾക്ക് എന്താ അറിയാമെന്നൊന്ന് അളക്കണമല്ലോ, ഇയാൾക്ക് അറിയോ ഇല്ലയോ എന്നൊന്ന് അളക്കണം എന്ന് വിചാരിച്ചിട്ട് ചോദിക്കാം. അയാൾക്ക് അറിയണ വിഷയമായിരിക്കും, എന്നാൽ ഇയാളെ അളക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ചോദിക്കാം. 4 നേരം പോക്കിന് ചോദിക്കാം, ഇല്ലേ? അങ്ങനെ ഉണ്ട്. ടൈം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാം, അങ്ങനെയൊക്കെ വരാം നേരം പോക്കിന്. അപ്പം അതുകൊണ്ട് പരിപ്രശ്നം എന്നുള്ളത് ഏകാന്ത സാധനയല്ല, പ്രണിപാതം എന്നുള്ളത് ഏകാന്ത സാധനയല്ല. പിന്നെ വരുന്നത് 3ാമത്തെ സേവയാണ്. സേവ ഭക്തിപൂർവ്വമാണ് നമ്മൾ സേവ ചെയ്യുക. എന്നാൽ ഭക്തി ഇല്ലാണ്ടും സേവ ചെയ്തൂടെ? ഇല്ല, ചെയ്യാം. ഞാൻ ചെയ്യണു, ഞാനാണിതൊക്കെ ചെയ്യണം, ഞാൻ ചെയ്താലേ നേരെയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാം സേവ. അല്ലെങ്കിൽ മറ്റവൻ ചെയ്യണ്ട, അതിനു മുമ്പ് ഞാനൊന്ന് ചെയ്ത് കളയാം നീ ആച്ചിട്ട് മാത്സര്യം കൊണ്ട് സേവ ചെയ്യാം. ഇനി ഇതൊന്നും അല്ലാത്ത സേവക്കാരുണ്ട്, അല്ലേ? ഇപ്പോൾ ഓർമ്മ വരുന്നത്, സാധാരണ പറയാറുള്ളതാ, ഒരാശ്രമത്തിൽ 2 ബ്രഹ്മചാരിമാർ വന്നുകൂടി. 2 ബ്രഹ്മചാരിമാർ വന്നുകൂടി. എന്താ സേവ എന്നാ? അയ്യോ, സ്വാമിക്ക് ഇടത്ത് തിരിയാൻ വയ്യ, വലത്ത് തിരിയാൻ വയ്യ. ആ സേവയോട് സേവയാണ്. അപ്പം നാട്ടുകാരൊക്കെ വലിയ അത്ഭുതപ്പെട്ടു, ഇക്കാലത്ത് ഇത്ര വലിയ സേവകന്മാരുണ്ടോ? എന്തു സേവയാണ്? അയ്യോ, സ്വാമി ഉണരുന്നതിനും ഉണരും, സ്വാമി ഉറങ്ങിയിട്ടേ ഉറങ്ങുള്ളൂ, എല്ലാം സമ്പ്രദായം അനുസരിച്ചുള്ളതാണ്. അങ്ങനെ ആയി ഒരു 6 മാസം കഴിഞ്ഞു. അപ്പോൾ സ്വാമിയാർ എവിടെയാണ് ഈ ചില്ലാനൊക്കെ വെച്ചിട്ടുള്ളതെന്നൊക്കെ അവർ മനസ്സിലാക്കി ആ സമയം കൊണ്ട്. ഒരു ദിവസം സ്വാമിയാർ മുണ്ടനം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മുണ്ടനം ചെയ്ത് ഇങ്ങനെ ഇരിക്കണ സമയത്ത് 2 ആൾക്കാരും പോയി ഇരുമ്പ് പടി കൊണ്ട് ഒറ്റയടി. എന്താ ഐക്യെന്നാ വിചാരിച്ചത്? 2 അടിയല്ല, ഒറ്റയടിയാണ് കിട്ടുള്ളൂ സ്വാമിക്ക്. അത്ര ഐക്യ അവർക്ക്. 2 ഇരുമ്പും കൂടി ഒന്നിച്ചാ വീണത്. സ്വാമി അപ്പം തന്നെ കഥ കഴിഞ്ഞു, അവിടെ തന്നെ കഴിഞ്ഞു. ഇത് കഥയല്ലത്, ഉണ്ടായ സംഭവമാണ്. 2 ശിഷ്യന്മാർ ഗുരുനാഥൻ്റെ താലയ്ക്ക് ഒറ്റയടിയാണ്, അവിടെ തന്നെ വീണു, അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അവർ 6 മാസം സേവ ചെയ്തോ? അതെന്താ? അത് ഈ ലക്ഷ്യം വെച്ചിട്ടാണ്. സ്വാമിയുടെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 6 മാസം സേവ ചെയ്തത്. ഇങ്ങനെ പല രീതിയിലാവാം. എന്നിട്ട് അവർ സ്വത്ത് വീതിച്ചോ? അതില്ല, അവർ തമ്മിൽ തെറ്റി. അതാണ്, അവർ തെറ്റി, വലിയ പ്രശ്നമായി. അപ്പോൾ പ്രണിപാതം, പരിപ്രശ്നം, സേവ എന്നിവ പറഞ്ഞെങ്കിലും അത് ശരിയായ സാധനയാണോ? അല്ല. അവിടെയൊക്കെ കാപട്യത്തിന് സാധ്യതയുണ്ട്, മിഥ്യാചാരത്തിന് സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ശരിയായ സാധന എന്താന്ന് പറയണം. അതാണ് പറയണത്, ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരം ശാന്തിം അചിരേണാധിഗച്ഛതി. ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരം ശാന്തിം അചിരേണാധിഗച്ഛതി. ഇതാണ് ശരിയായ സാധന. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവൻ ജ്ഞാനത്തെ നേടുന്നു. ശ്രദ്ധയാണ് സാധന. എന്താ ശ്രദ്ധ? ശ്രദ്ധ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള സത്യത്വ ബുദ്ധിയാണ്. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള സത്യത്വ ബുദ്ധി. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം സാ ശ്രദ്ധാ കഥിത സദ്ഭി
യയാ വസ്തൂപലഭ്യതേ. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള സത്യത്വ ബുദ്ധി, ഇതിന് പറയുന്ന പേരാ ശ്രദ്ധ. ഇതിനെ കൊണ്ടാണ് വസ്തു കിട്ടുന്നതെന്നാണ് പറയണത്. വസ്തുജ്ഞാനം ഉണ്ടാവുന്നത് ശ്രദ്ധ കൊണ്ടാണ്. ഭാഷ്യകാരൻ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ശ്രദ്ധാവതാമേവ സദാംബുമർത്ഥ സമീരിത സിദ്ധ്യതിനേതരേഷാം. ശ്രദ്ധയുള്ളവർക്കാണ് ശാസ്ത്രത്തിൽ പറയുന്ന പുരുഷാർത്ഥം ലഭിക്കുന്നത്, അല്ലാത്തവർക്കല്ല. ശ്രദ്ധയാണ് മുഖ്യം. അപ്പം ഈ ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനത്തെ നേടുന്നത്. ചിലർക്ക് നല്ല ശ്രദ്ധ ഉണ്ടാവും. ഗുരുനാഥൻ പറയുന്നത് സത്യമാണ്, ശാസ്ത്രം പറയുന്നത് സത്യമാണ് എന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടാവും. പക്ഷേ ഗുരുനാഥൻ ഉപദേശിക്കുന്ന പ്രകാരമുള്ള സാധനകൾ ചെയ്യാനൊന്നും വലിയ തത്പരത ഉണ്ടാവില്ല. ഗുരുവിന് അതൊക്കെ പറ്റും. ഗുരു ആൾ കേമനാണേ, എൻ്റെ ഗുരു ആൾ വലിയ ആളാട്ടോ എന്നും മറ്റും ഉണ്ടാവും. പക്ഷെ തനിക്ക് ആ വക ചെയ്യാനുള്ള തത്പരത ഉണ്ടാവില്ല. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ജപിക്കുക, അപ്പോഴാ പുതച്ച് മൂടി കിടക്കേണ്ടത് അല്ലേ? അപ്പോൾ അതൊക്കെ ഒരു വിഷമമുള്ള പരിപാടിയാണ്. ഗുരുവൊക്കെ നല്ല ഗുരുവാണ്, നമുക്കതൊന്നും പറ്റില്ല അല്ലേ? അതാ തത്പരത. അപ്പോൾ അത് വേണം, തത്പരത വേണം, ശ്രദ്ധ വേണം, തത്പരത വേണം. ചിലർക്ക് ശ്രദ്ധയും ഉണ്ടാവും, തത്പരതയും ഉണ്ടാവും. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞത്, ശാസ്ത്രം പറഞ്ഞൊക്കെ ശരിയാണ് എന്നുണ്ടാവും, അതൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹവും ഉണ്ടാവും. പക്ഷേ ഇന്ദ്രിയങ്ങൾ സമ്മതിക്കില്ല. അപ്പോഴോ കണ്ണൊരു വഴിക്ക് പോവും, മൂക്കൊരു വഴിക്ക് പോവും, നാക്കൊരു വഴിക്ക് പോവും, അങ്ങനെ പല വഴിക്ക് പോവും. അപ്പോഴെന്ത് ചെയ്യും? വലിയ പ്രശ്നമാണ്. ഇന്ദ്രിയ നിയന്ത്രണം വേണ്ടേ? ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഒരു കക്ഷി ഇവിടെ സ്ഥിരമായിട്ട് വേദാന്ത ക്ലാസ്സിന് വന്നുകൊണ്ടിരുന്നൊരു കക്ഷി, അപ്പോൾ കുറേ കാണുന്നില്ല, ഇടയ്ക്ക് കാണും, സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ഈ പാപം ഇവിടെ വരണമെങ്കിൽ ഒരു 3 ബസ്സെങ്കിലും മാറി കയറി, 3-4 ബസ്സെങ്കിലും മാറി കയറിയിട്ട് വേണം വരിക. രാവിലെ 9:15 എത്തണമെങ്കിൽ രാവിലെ 5-5:30 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് പുറപ്പെടണം. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വരിക. ഒറ്റ ആഗ്രഹത്തിലാണ്, എന്ത് ഈ വേദാന്ത ക്ലാസ് പങ്കെടുക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് വരുന്നത്. വേറെ ഒരു ആഗ്രഹവും ഇല്ല, വേറെ ഒന്നും എനിക്ക് താല്പര്യമില്ല, വേദാന്ത ക്ലാസ് മാത്രം. പക്ഷെ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് പിന്നെ സ്ത്രീകളെ നോക്കിയിരിക്കാൻ കാണും. അതെന്നാ നോക്കി ഇങ്ങനെ മുഴുവൻ അളവും തൂക്കം എടുത്ത് പാവം എന്ത് ചെയ്യും? കുറ്റം പറയാൻ പറ്റില്ല. എങ്ങനെ കുറ്റം പറയാൻ പറ്റുക? കുറ്റം പറയാൻ നമുക്കെന്ത് അധികാരം? ഓരോരുത്തരുടെ ഇന്ദ്രിയ മനസ്സുകൾ ഓരോരുത്തരുടെ ഇന്ദ്രിയ മനസ്സല്ലേ. ആ ഇന്ദ്രിയ മനസ്സുകൾ എങ്ങനെയൊക്കെയാണ് സാധനയ്ക്ക് വിഘാതം നിൽക്കണമെന്നുള്ളത് വേറൊരാൾക്ക് പറയാൻ പറ്റുമോ? കുറ്റം പറയുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കല്ലെറിയാത്തവൻ, കുറ്റം ചെയ്യാത്തവൻ, പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞെടുത്ത അത് ശ്രദ്ധിക്കണം. അല്ല, മറ്റുള്ളവരെ കുറ്റം പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. ഇന്ദ്രിയാണി പ്രമാധീനി ഹരന്തി പ്രസഭം മനഃ. ഇന്ദ്രിയങ്ങൾ ബലപൂർവകം നമ്മളെ പ്രമഥനം ചെയ്യുന്നതാണ്, കടയുന്നതാണ്. അത് ബലപൂർവകം മനസ്സിനെ ഹരിക്കും. അപ്പം അയാൾക്ക് ശ്രദ്ധയുണ്ട്, തത്പരതയുണ്ട്, പക്ഷെ ഇന്ദ്രിയ സംയമല്ല. അപ്പം നല്ലോണം ജപമൊക്കെ ചെയ്ത് നല്ല ഇന്ദ്രിയ നിയന്ത്രണം നേടിയെടുക്കണം. നല്ല വിചാരം ചെയ്ത് ഇന്ദ്രിയ നിയന്ത്രണം നേടിയെടുക്കണം. ദമാഭ്യാസം നല്ലപോലെ ചെയ്യണം. ഇതാണ് സിദ്ധമാകുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പ്രണിപാതം, പരിപ്രശ്നം, സേവ എന്നിവ ഈ പറഞ്ഞ 3 എണ്ണം കൂടി ചേരുമ്പോഴാണ് ശരിയായ സാധനയാവുന്നത്. ഏതാണ്? ശ്രദ്ധ, തത്പരത, ഇന്ദ്രിയ സംയമം. ഇത് 3മാണ് ശരിയായ സാധന. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജ്ഞാനം ലബ്ധ്വ, അങ്ങനെ ജ്ഞാനം ലഭിച്ചാൽ, അജ്ഞാനം നശിച്ചാൽ, പരാം ശാന്തിം, പരമമായ ശാന്തിയെ, പരമമായ ശാന്തിയെ, ശാന്തിയല്ല, ശാന്തി സാമാന്യമായ ശാന്തി ഉണ്ടാവും, താത്കാലികമായ ശാന്തി എല്ലാവർക്കും ഉണ്ടാവും.
അല്പം കഴിഞ്ഞാലോ വീണ്ടും അശാന്തിയാവും. ഇതല്ല, പരമമായ ശാന്തിയെ, നിരപേക്ഷമായ ശാന്തിയെ, അപരിമിതമായ ശാന്തിയെ നേടുന്നു. എപ്പോ? അചിരേണ, ഒട്ടും താമസമില്ല. ഇന്ന് ജ്ഞാനം നാളെ ശാന്തി, അതല്ല. ഇന്ന് ജ്ഞാനം ഇന്ന് ശാന്തി. ഇപ്പം ജ്ഞാനപ്രാപ്തി ഉണ്ടാവണം, ഇപ്പം തന്നെ ശാന്തി ഉണ്ടാവണം, പിന്നീടല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ശാന്തി എന്നുള്ളത് മരിച്ചിട്ടല്ല, ലോകാന്തരത്തിലല്ല, കാലാന്തരത്തിലല്ല. അചിരേണാധിഗച്ഛതി. നോക്കൂ, ശ്രദ്ധാവാൻ ശ്രദ്ധാലുഹു ലഭതേ ജ്ഞാനം. ശ്രദ്ധാലുത്വേപി ഭവതി കശ്ചിത് മന്ദപ്രസ്ഥാനഃ അത ആഹ തത്പരഃ ഗുരുപാസനാദൗ അഭിയുക്തഃ ജ്ഞാനലബ്ധ്യുപായേ. ശ്രദ്ധാവാൻ തത്പരഃ അപി അജിതേന്ദ്രിയഃ സ്യാദിതി അതഃ ആഹ സംയതേന്ദ്രിയഃ. സംയതാനി വിഷയേഭ്യഃ നിവർത്തിതാനി യസ്യ ഇന്ദ്രിയാണി സ സംയതേന്ദ്രിയഃ. യഹ ഏവം ഭൂതഃ ശ്രദ്ധാവാൻ തത്പരഃ സംയതേന്ദ്രിയഃ ച സഹ അവശ്യം ജ്ഞാനം ലഭതേ. പ്രണിപാതാദി തു ബാഹ്യഃ അനൈകാന്തികഃ അപി ഭവതി മായാവിത്വാദിസംഭവാത് ന തു തത് ശ്രദ്ധാവത്വാദൗ ഇതി ഏകാന്തതഃ ജ്ഞാനലബ്ധ്യുപായഃ. കിം പുനഃ ജ്ഞാനലാഭാ സ്യാത് ഇതി ഉച്യതേ. ജ്ഞാനം ലബ്ധ്വാ പരാം മോക്ഷാഖ്യാം ശാന്തിം ഉപരതിം അചിരേണ ക്ഷിപ്രമേവ അധിഗച്ഛതി. സമ്യക് ദർശനാദി ക്ഷിപ്രം മോക്ഷോ ഭവതി ഇതി സർവശാസ്ത്രന്യായ പ്രസിദ്ധഃ സുനിശ്ചിതഃ അർത്ഥഃ. നോക്കൂ, ശ്രദ്ധാവാൻ ശ്രദ്ധാലുഃ ലഭതേ ജ്ഞാനം. ശ്രദ്ധാലുത്വേ അപി ഭവതി കശ്ചിത് മന്ദപ്രസ്ഥാനഃ അത ആഹ തത്പരഃ ഗുരുപാസനാദൗ അഭിയുക്തഃ ജ്ഞാനലബ്ധ്യുപായേ. ശ്രദ്ധാവാൻ തത്പരഃ അപി അജിതേന്ദ്രിയഃ സ്യാത് ഇത്യത ആഹ സംയതേന്ദ്രിയഃ. സംയതാനി വിഷയേഭ്യഃ നിവർത്തിതാനി യസ്യ ഇന്ദ്രിയാണി സഹ സംയതേന്ദ്രിയഃ. യഹ ഏവം ഭൂതഃ ശ്രദ്ധാവാൻ തത്പരഃ സംയതേന്ദ്രിയഃ ച സഹ അവശ്യം ജ്ഞാനം ലഭതേ. പ്രണിപാതാദി തു ബാഹ്യഃ അനൈകാന്തികഃ അപി ഭവതി മായാവിത്വാദിസംഭവാത് ന തു തത് ശ്രദ്ധാവത്വാദൗ ഇതി ഏകാന്തതഃ ജ്ഞാനലബ്ധ്യുപായഃ. കിം പുനഃ ജ്ഞാനലാഭാ സ്യാത് ഇതി ഉച്യതേ. ജ്ഞാനം ലബ്ധ്വാ പരാം മോക്ഷാഖ്യാം ശാന്തിം ഉപരതിം അചിരേണ ക്ഷിപ്രമേവ അധിഗച്ഛതി. സമ്യക് ദർശനാത് ക്ഷിപ്രം മോക്ഷഃ ഭവതി ഇതി സർവശാസ്ത്രന്യായപ്രസിദ്ധഃ സുനിശ്ചിതഃ അർത്ഥഃ. ശ്രദ്ധാവാൻ ശ്രദ്ധാലു. ശ്രദ്ധാവാൻ ശ്രദ്ധാലു, ശ്രദ്ധയോടൊത്തവൻ. ശ്രദ്ധ നേരത്തെ പറഞ്ഞു കിട്ടുമോ? കാരണം മലയാളത്തിലുള്ള ശ്രദ്ധയല്ല. മലയാളത്തിൽ ശ്രദ്ധ പറഞ്ഞാൽ എന്താണ്? വളരെ ഏകാഗ്രതയോട് കൂടി കേൾക്കുക, കാണുക, അങ്ങനെ, അതാണ്. അതും വേണം, അത് നിർബന്ധമാണ്. പക്ഷേ ഇവിടെ വേദാന്ത ശാസ്ത്രത്തിൽ ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഗുരുശാസ്ത്രവാക്യേഷു വിശ്വാസ. ഗുരുശാസ്ത്രവാക്യങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയാണ് ശ്രദ്ധ. ശ്രദ്ധാലുത്വേ ഭവതി കശ്ചിത് മന്ദപ്രസ്ഥാനഃ. ശ്രദ്ധയൊക്കെ ഉണ്ടാവും, പക്ഷെ മന്ദപ്രസ്ഥാനനാവും. അതായത്
ഗുരുനാഥൻ പറഞ്ഞ പോലെ വേഗത്തിൽ അങ്ങോട്ട് പ്രവർത്തിക്കാനൊന്നും പറ്റില്ല. ഒക്കെ ഒരു മന്ദനായി അങ്ങനെയല്ലോ. ഗുരുവിനതൊക്കെ വേഗം കഴിഞ്ഞു. ഞാനതൊരു ഗുരുനാഥൻ 10 ദിവസം കൊണ്ട് ഇന്നത് പൂർത്തിയായിക്കോളൂ എന്ന് പറഞ്ഞാൽ മൂപ്പര് 10 കൊല്ലം അത് പിടിക്കും. മന്ദപ്രസ്ഥാന അങ്ങനെയൊക്കെ വരാം. അത് പറ്റില്ല. അതുകൊണ്ട് പറയാണ് തത്പരനായിരിക്കണം. ഗുരുപാസനാദോ അഭിയുക്ത, ഗുരുപാസനാദിയിൽ അഭിയുക്തനായിരിക്കണം, തത്പരനായിരിക്കണം. താത്പര്യമാണ്. ശ്രദ്ധ ഉണ്ട്, താത്പര്യമുണ്ട്. പിന്നെ ശ്രദ്ധാവാൻ തത്പരഃ അഭി അജിതേന്ദ്രിയഃ സ്യാത്. അങ്ങനെ വരാം. ശ്രദ്ധയുണ്ട്, താത്പര്യമുണ്ട്, പക്ഷെ ഇന്ദ്രിയ ജയം ഉണ്ടാവില്ല. ഇന്ദ്രിയ ജയം ഇല്ലാച്ചാൽ ഗുരുനാഥൻ പഠിപ്പിക്കാൻ ഇരിക്കുന്നുണ്ടാവും. കണ്ണ് വേറെ വഴിക്ക് പോകുന്നുണ്ടാവും, ചെവി വേറെ വഴിക്ക് പോകുന്നുണ്ടാവും, മൂക്ക് വേറെ വഴിക്ക് പോകുന്നുണ്ടാവും. ഇല്ലേ? അതെ. അപ്പം എന്ത് കാര്യമുള്ള ഒരു പ്രയോജനമില്ല. മനസ്സാച്ചാൽ പല 1000 വഴിക്ക് പോകുന്നുണ്ടാവും, ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. വളരെ ശ്രദ്ധിച്ചിരിക്കുക എന്നാണ് നമുക്ക് തോന്നുക, അല്ലേ? ഇരുത്തം കണ്ടാൽ വലിയ ശ്രദ്ധയാണ്. എവിടേക്കാ ശ്രദ്ധ എന്നാരും കണ്ടു? മനസ്സങ്ങനെ പോവല്ലേ, എവിടേക്കോ നാട്ടിൽ മുഴുവൻ പോയിട്ട് വരും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആവുക, പായസം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അതും വിഷമാണ്, ഇല്ലേ? അതെ, പായസം ഉണ്ടാവുക, ഉച്ചയ്ക്ക് ശേഷം ആവുക. അപ്പം പിന്നെ ഇതാവും, എന്താ പറയുക, എന്ത് പറഞ്ഞാൽ സ്വാമിക്ക് വേണ്ടതൊക്കെ പറഞ്ഞ് എണീറ്റ് പോയിക്കോളൂ. അല്ലേ? സ്വാമി എന്തൊക്കെയാണോ പറയണത് ഒക്കെ പറഞ്ഞ് എണീറ്റ് പോയിക്കോളൂ എന്നുള്ള മട്ടിൽ സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങുണ്ടാവും. അപ്പോൾ എന്ത് വേണം? നല്ല ഇന്ദ്രിയ നിയന്ത്രണം വേണം. അതാണ് സംയതേന്ദ്രിയ. സംയതാനി വിഷയേഭ്യ നിവർത്തിതാനി യസ്യേന്ദ്രിയാണി. ആരുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കപ്പെട്ടതാണ്. അങ്ങനെയുള്ളവൻ ഏവം ഭൂത ശ്രദ്ധാവാൻ തത്പരഃ സംയതേന്ദ്രിയ. ശ്രദ്ധയുള്ളവൻ, തത്പരതയുള്ളവൻ, സംയതേന്ദ്രിയൻ. ഇങ്ങനെയുള്ള അവശ്യം ജ്ഞാനം ലഭതേ. അവൻ നിർബന്ധമായിട്ടും ജ്ഞാനം നേടുന്നു. അപ്പോൾ ചോദ്യം വരികയാണ്, നേരത്തെ പ്രണിപാതാദി പറഞ്ഞല്ലോ, അതോ? അപ്പോൾ പറയാണ് പ്രണിപാതാദിതു ബാഹ്യ അനൈകാന്തിക. പ്രണിപാതം, പരിപ്രശ്നം, സേവ എന്ന് നേരത്തെ പറഞ്ഞ 3 ഉപായങ്ങളും ബാഹ്യോപായങ്ങളാണ്. അത് അനൈകാന്തികമാണ്, ഏകാന്തികമല്ല. അതായത് അതിലൂടെ ജ്ഞാനപ്രാപ്തി ഉണ്ടാവും എന്ന് പറയാൻ വയ്യ. മാത്രമല്ല വേറെയും പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? മായാവിത്വാദി സംഭവാത്. അവിടെയൊക്കെ മായാവിത്വ സംഭവമുണ്ട്. മായാവിത്വം ചെന്താർത്ഥം മായാവിയാവുക. ബഹിരന്യഥ ആത്മാനം പ്രകടീകൃത്യ അന്തഃ അന്യഥ വർത്തതേ ഇതി. പുറമെ ഒരു പ്രകാരം കാണിച്ചിട്ട് ഉള്ളുകൊണ്ട് വേറെ ജാതി പ്രവർത്തിക്കുക. അതാണ് മായാവിത്വം. നേരത്തെ പറഞ്ഞു, ആദരവില്ലാതെയും സമർപ്പണം ഇല്ലാണ്ട് നമസ്കരിക്കാന്നൊക്കെ പറഞ്ഞു. അത് തന്നെ. അപ്പോൾ അതൊക്കെ സാധനയാവുന്നത് ഇത് കൂടുമ്പോഴാണ്, ഇത് ചേരുമ്പോഴാണ്. ശ്രദ്ധാവത്വാദത്തു ഏകാന്തത ജ്ഞാനലബ്ധിമായ. ശ്രദ്ധ, തത്പരത, ഇന്ദ്രിയ സംയമം എന്നുള്ളത് തീർത്തും ജ്ഞാനസാധനകളാണ്. കിം പുനഃ ജ്ഞാനലാഭാസ്യാത്. അങ്ങനെ ജ്ഞാനം ലഭിച്ചു വിചാരിക്കുക. എന്നെന്താ ഗുണം? ജ്ഞാനം ലബ്ധ്വാ പരാമോക്ഷാഖ്യാം ശാന്തിം ഉപരതിം അജിരേണ ക്ഷിപ്രമേവ അധിഗച്ഛതി. പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു. പരമമായ ശാന്തി പറഞ്ഞാൽ മോക്ഷം. ജ്ഞാനത്തിലൂടെ മുക്തിയാണ്, എല്ലാ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മുക്തി. സമ്യക് ദർശനാത് ക്ഷിപ്രം മോക്ഷോ ഭവതി. ഇത് സർവശാസ്ത്രന്യായ പ്രസിദ്ധ. സർവശാസ്ത്രങ്ങളിലും സർവന്യായങ്ങളാലും പ്രസിദ്ധമാണ് സമ്യക് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്നുള്ളത്. അതിവിടെ പറഞ്ഞു കഴിഞ്ഞു. ശ്രദ്ധിക്കുക. അത്ര സംശയഃ ന കർത്തവ്യഃ പാപിഷ്ഠോ ഹി സംശയഃ കഥം ഉച്യതേ. അത്ര സംശയഃ ന കർത്തവ്യഃ പാപിഷ്ഠോ ഹി സംശയഃ കഥം ഉച്യതേ. ഈ വിഷയത്തിൽ സംശയിക്കരുത് കേട്ടോ, സംശയിക്കരുത്. പാപിഷ്ഠോ ഹി സംശയ. സംശയം പാപിഷ്ഠമാണ്, മഹാപാപമാണ് സംശയിക്കുക എന്നുള്ളത്. അതെങ്ങനെ? സംശയിക്കാനല്ലേ ഗുരുനാഥൻ പ്രേരിപ്പിക്കുന്നത്? തത്വോപദേശം ചെയ്യുന്ന ഗുരുനാഥൻ ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടല്ലോ.
ഉണ്ട്. അതാണ് സനാതനധർമ്മത്തിൻ്റെ വൈശിഷ്ട്യവും ശക്തിയും സൗന്ദര്യവുമെന്ന് പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു, യുക്തിപൂർവ്വം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, യുക്തി വിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ ഇവിടെ പാപിഷ്ടോഹി സംശയ എന്ന് പറഞ്ഞാൽ എന്താ? അത് അറിയാനുള്ള സംശയം, സംശയ സ്വഭാവം, ഇത് രണ്ടും കണ്ട. അറിയാൻ വേണ്ടിയുള്ള സംശയം ന്യായമായിട്ടുള്ളതാണ്, അത് വേണം. ഏത് വിഷയത്തിലും ഒരു വസ്തുവിൻ്റെ വസ്തുസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് സംശയം നമുക്ക് വേണം. എന്നാൽ നമ്മൾ സംശയാത്മാവായാലോ? സംശയാത്മാവ് വെച്ചാൽ സംശയ സ്വഭാവി. സംശയം തീരുന്ന ഒരു സമയം ഉണ്ടാവില്ല. അപ്പോൾ ഗുരുനാഥനൊക്കെ പറഞ്ഞു കൊടുത്തോ, മനസ്സിലായോ? ഒക്കെ മനസ്സിലായി. ഇനി സംശയം ഉണ്ടാവില്ലല്ലോ. ഇനി സംശയമൊന്നുമില്ല. ആ ശരി, കുറച്ച് നേരം. അല്ല, ഗുരുനാഥൻ പറഞ്ഞത് ശരി തന്നെയാണോ എന്നൊരു സംശയം. എന്ത് ചെയ്യും? ഗുരുനാഥൻ പറഞ്ഞൊക്കെ മനസ്സിലായി, ആ പറഞ്ഞത് ശരിയാണോ എന്നൊരു സംശയം. എന്ത് ചെയ്യും? അല്ലേ? വാതിലടച്ചു, ബോൾട്ടിട്ടു, കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വാതിലടച്ചോ? ഒരു സംശയം. എഴുന്നേറ്റു, ഒരു പ്രാവശ്യം നോക്കി, കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് അല്ല, വാതിലടച്ചിരുന്നോ? നീയല്ലേ നോക്കിയത്, എന്നാലും സംശയം തീർക്കണ്ടേ? വീണ്ടും പോയി. ഇത് രാവിലെ വരെ അത് സംശയാത്മാവിൻ്റെ സ്വഭാവമാണ്. അയാൾക്ക് ഉറക്കമുണ്ടാവുക, ഉണർവുണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. അത് സംശയാത്മാവാ. സംശയാത്മാവിന് ഈ ലോകം തന്നെ അനുഭവിക്കാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. എന്തിനു സംശയമായിരിക്കും? ഒരു സ്ഥലത്തുള്ള വെള്ളം കുടിക്കാൻ സംശയമായിരിക്കും, ഭക്ഷണം കഴിക്കാൻ സംശയമായിരിക്കും, ഇല്ലേ? ഒക്കെ സംശയമാവും. അയാൾക്ക് സംശയം ഒഴിച്ച് നേരം ഉണ്ടാവില്ല. പാപിഷ്ടോ ഹി സംശയ, അത് പാപിഷ്ടമാണ് ആ സംശയം. അപ്പോൾ തത്വനിർണയത്തിനുള്ള സംശയം നമുക്കൊക്കെ ആവശ്യമാണ്. തത്വനിർണയത്തിനുള്ള സംശയത്തെ ആചാര്യന്മാരും ശാസ്ത്രവും എന്നും പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. അല്ലാതെയുള്ള സംശയം സംശയാത്മാവായി കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജീവിതത്തിൽ ആധ്യാത്മികമായിട്ടുള്ള ചർച്ച പോട്ടെ, മര്യാദയ്ക്ക് ഒരു ദിവസം ഇരിക്കാൻ പറ്റുമോ? ഒന്ന് സന്തോഷവും സമാധാനമായിട്ട് വെള്ളം കുടിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് പാപിഷ്ടോ ഹി സംശയ. അതെന്താന്ന് പറയാം. അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. അജ്ഞശ്ചാശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ. അജ്ഞഃ ച അശ്രദ്ധാനഃ ച സംശയാത്മാ ച വിനശ്യതി. അജ്ഞനും അശ്രദ്ധാനനും ആയ സംശയാത്മാവ്, അഥവാ അജ്ഞനും അശ്രദ്ധാനനും സംശയാത്മാവും നശിച്ചു പോകുന്നു. ന അയം ലോകഃ അസ്തി ന പരഃ ന സുഖം സംശയാത്മനഃ. ഈ ലോകമില്ല, പരലോകമില്ല, സുഖവും ഇല്ല സംശയാത്മാവിന്. അജ്ഞന് ഈ ലോകം നല്ലോണം ഉണ്ട്, ഇല്ലേ? അജ്ഞാനിക്ക് ഈ ലോകം നല്ലോണം ഉണ്ട്. അവന് ഈ ലോകം ഉള്ളത് എന്താ? ഈ കാണുന്നൊക്കെ ശരിയാണ്. കുറെ തിന്നണം, കുറെ കുടിക്കണം, ആനന്ദിക്കണം. ഈ ലോകത്തിലുള്ള എല്ലാം അജ്ഞാനി അനുഭവിക്കുന്നുണ്ട്. അജ്ഞാനി ഈ ലോകമുണ്ട്. ശരി, ശ്രദ്ധയില്ല, ശാസ്ത്രത്തിൽ വിശ്വാസമില്ല, എന്നാലോ പരലോകമുണ്ടോ? ഇല്ല, പരലോകം ഇല്ല. പരലോകം വേണമെങ്കിൽ ശാസ്ത്രത്തിൽ പരലോക സംബന്ധിയായി പറഞ്ഞ ശാസ്ത്രങ്ങളിൽ വിശ്വാസം വേണം, ശ്രദ്ധ ഉണ്ടാവണം. ശ്രദ്ധയില്ലാത്തവന് പരലോകം ഇല്ല. അത് ശ്രദ്ധിക്കുക. ഇനി
സംശയാത്മാവിനോ വല്ല സുഖം ഉണ്ടാവുമോ? നായം ലോകോസ്തി ന പരഹ ന സുഖം. സംശയാത്മാവിന് സുഖം ഉണ്ടാവുമോ? ഇല്ല. അവൻ സംശയം നീങ്ങിയ സമയമില്ലാന്നേ. സംശയമൊക്കെ നീങ്ങി വളരെ വിസ്തരിച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ ഒക്കെ നീങ്ങി പറഞ്ഞല്ല. അപ്പോൾ സ്വാമി ആദ്യം പറഞ്ഞ എന്തായിരുന്നു അത് അല്ലേ? അയാൾക്ക് സുഖമില്ല. പരലോകമുണ്ടോ? ഇല്ല. ഈ ലോകമുണ്ടോ? അതും. സംശയാത്മാവിനൊന്നുമില്ല. ചിന്തിക്കുക. അപ്പം ഈ ലോകവും ഇല്ല, പരലോകവും ഇല്ല, സുഖവും ഇല്ല സംശയാത്മാവിന്. ഇതാണ് പറയണത്. നോക്കൂ, അജ്ഞഃ ച അനാത്മജ്ഞഃ അശ്രദ്ധധാനഃ ച സംശയാത്മാ ച വിനശ്യതി. അജ്ഞാ അശ്രദ്ധധാനൗ യദ്യപി വിനശ്യതഃ തഥാപി ന തഥാ യഥാ സംശയാത്മാ. സംശയാത്മാ തു പാപിഷ്ഠഃ സർവേഷാം. കഥം ന അയം സാധാരണഃ അപി ലോകഃ അസ്തി തഥാ ന പരഃ ലോകഃ ന സുഖം തത്രാപി സംശയോപപത്തേഃ സംശയാത്മനഃ സംശയജിത്തസ്യ തസ്മാദ് സംശയോ ന കർത്തവ്യഃ. അജ്ഞഃ ച അനാത്മജ്ഞഃ അശ്രദ്ധധാനഃ ച സംശയാത്മാ ച വിനശ്യതി. അജ്ഞാശ്രദ്ധധാനൗ യദ്യപി വിനശ്യതഃ തഥാപി ന തഥാ യഥാ സംശയാത്മാ. സംശയാത്മാ തു പാപിഷ്ഠഃ സർവേഷാം. കഥം നായം സാധാരണഃ അപി ലോകഃ അസ്തി തഥാ ന പരഃ ലോകഃ ന സുഖം തത്രാപി സംശയോപപത്തേഃ സംശയാത്മനഃ സംശയജിത്തസ്യ തസ്മാത് സംശയോ ന കർത്തവ്യഃ. അപ്പോൾ അജ്ഞൻ എന്ന് പറഞ്ഞാൽ അനാത്മജ്ഞൻ, ആത്മജ്ഞാനമില്ലാത്തവൻ. അശ്രദ്ധധാനൻ, ശ്രദ്ധയില്ലാത്തവൻ, ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലൊന്നും ശ്രദ്ധയില്ലാത്തവൻ. സംശയാത്മാവ്, സംശയാത്മാവ്. ഈ മൂന്ന് കൂട്ടരും നശിച്ചു പോകുന്നു. അപ്പോൾ അജ്ഞാനി നശിക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമല്ലേ? അവിടെ അജ്ഞാനി പരമപുരുഷാർത്ഥത്തെ നേടുന്നില്ല എന്നേ അർത്ഥമുള്ളൂ. അജ്ഞാനി സുഖമായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ തമ്മിൽ ഭേദം അജ്ഞാനി തന്നെയാണ് അല്ലേ? അജ്ഞാനി സുഖമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. അവന് യാതൊരു പ്രശ്നമില്ല. അവനെ കൊല്ലാനും പ്രശ്നമില്ല, എന്ത് ചെയ്യാനും പ്രശ്നമില്ലാണ്. എങ്ങനെ സുഖം നേടാൻ അവരൊരു പ്രശ്നമില്ല. എന്തെങ്കിലും അറിവുണ്ടെങ്കിലല്ലേ നമുക്കൊരു ചെറിയൊരു മടിയും തടസ്സമൊക്കെ വരുള്ളൂ. ഒന്നുമില്ല, സുഖമായിട്ട് ജീവിച്ചു. അജ്ഞാനിക്കാണ് ഏറ്റവും സുഖം. കുറച്ചൊരു ജിജ്ഞാസ വരുമ്പോഴത്തേക്ക് സംശയമായി, അത് ചെയ്യാൻ പാടുണ്ടോ, ഇത് ചെയ്യാൻ പാടുണ്ടോ, ഒരു സുഖവും ഇല്ല. അപ്പോൾ പിന്നെ തത്വനിർണയത്തിലെത്തണം, എന്നാൽ പ്രശ്നമല്ല. അപ്പോൾ അതിനെന്ത് വേണം? ശ്രദ്ധ വേണം. ശ്രദ്ധ ഉണ്ടെങ്കിൽ തത്വനിർണയത്തിലെത്താം. പക്ഷേ സംശയം തീർന്നില്ല വെച്ചാലോ? നമ്മൾ ചില ആൾക്കാരുണ്ട്, ഈ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചു, തലശ്ശേരിയായിരുന്നു. അദ്ദേഹം തിരുവങ്ങാട് ക്ഷേത്രക്കുളത്തിൽ ഒരു 3 മണി 2:30 ആകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി 12 വരെയൊക്കെ ഉണ്ടാവും. കാരണം കുളിച്ചിട്ട് കയറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംശയം വൃത്തിയായില്ല എന്നുണ്ടോ. എന്നിട്ട് അയാളെ ജലപ്പിശാചി എന്നാണ് ജനങ്ങൾ വിളിക്കാറ്, ജലപ്പിശാചി. അപ്പോൾ വൃത്തിയായിട്ടില്ല, ഒന്നും കൂടി ഇറങ്ങും. അപ്പോൾ അവിടെ വൃത്തിയാക്കി കുളിച്ച് കയറി തോർത്തുമ്പോഴത്തേക്ക് സംശയമായി, അവിടെ വീണ്ടും ഇറങ്ങും. ബാല്യ കഷ്ടം. രാത്രി ഒരു നേരം, എപ്പോഴെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിച്ചാലായി. കുളത്തുനിന്ന് കയറിയിട്ട് വേണ്ടേ? എന്താ ചെയ്യുക? നമുക്ക് ചിരിക്കുക, അയാളുടെ കഷ്ടപ്പാടെന്താ ഒന്ന് ആലോചിച്ച് നോക്കും. അത് സംശയാത്മാവാണ്. ഇങ്ങനെ രാത്രി മുഴുവൻ വാതിൽ നോക്കുന്ന ആൾക്കാരുണ്ട്, അടച്ചോ നോക്കുന്ന ആൾക്കാർ.
അതാണ് സംശയാത്മാവ്. പണ്ടേ പറഞ്ഞു പോരുന്നുണ്ട് ആചാര്യന്മാർ കഥ. സ്വയം പുഴുവാൻ തോന്നിയ ആളുടെ കഥ പ്രസിദ്ധമാണ്. ഞാനൊരു പുഴുവാണെന്ന് തോന്നി, പല പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയി, ഒരുപാട് കൗൺസിലിംഗ് കഴിഞ്ഞ്, പൈസ എത്ര പോയി, ഓരോ സിറ്റിങ്ങിനും പൈസ കൊടുക്കണേ. സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത്, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വെറുതെ ആയിരിക്കണം, ഓരോ സിറ്റിങ്ങിനും പൈസയാണ്, ഫീസാണ്. അങ്ങനെ 10-20 സിറ്റിംഗ് കഴിഞ്ഞ് ഒക്കെ നോർമലായി. ഞാൻ പുഴുവല്ല, ഞാൻ മനുഷ്യനാണെന്നൊക്കെ മനസ്സിലായി. ഒക്കെ മനസ്സിലായി തിരിച്ചു പോന്നപ്പോൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. സംശയമുണ്ട്, എന്താണ്? എനിക്ക് മനസ്സിലായി ഞാൻ പുഴുവല്ല, പക്ഷെ കോഴിക്ക് മനസ്സിലായോ എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായി ഞാൻ പുഴുവല്ല എന്നുള്ളത്, പക്ഷെ അഥവാ അത് കോഴിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എന്താവും? പ്രശ്നമില്ല. എന്താണ് അഭിപ്രായം? അപ്പോൾ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത റൗണ്ട് സിറ്റിങ് തുടങ്ങാം, അടുത്ത റൗണ്ട് തുടങ്ങാം. സംശയം, ഒരു സുഖം ഉണ്ടാവില്ല. അതാണ് പാപിഷ്ട സർവേഷാം കഥം ന അയം സാധാരണ പി ലോക അസ്തി. ഈ ലോകമില്ല, സംശയം തീരില്ല. തഥാ ന പരഹ, പരലോകവും ഇല്ല. തഥാ ന സുഖം, സുഖവും ഇല്ല. തത്രാപി സംശയ ഉപപത്തേഹി, അവിടെ സംശയം ഉണ്ടാവുമല്ലോ. അപ്പോൾ സുഖം എന്ത് വസ്തുവിൽ നിന്നാണോ സുഖം, അതിനെപ്പറ്റി സംശയം ഉണ്ടാവില്ലേ? ഉണ്ടാവും. പത്നിയെ സംശയം, പതിയെ സംശയം, ഭക്ഷണം കഴിക്കണമെങ്കിൽ സംശയം ഇല്ലേ, ഇതിൽ വല്ല കുഴപ്പമുണ്ടാവുമോ? വെള്ളം കുടിക്കണമെങ്കിൽ സംശയം, ഇതിൽ വല്ല കുഴപ്പമുണ്ടാവുമോ? അതെ, സംശയം. നീ എന്താ ഇപ്പോൾ അതൊക്കെ? എന്താ? അല്ല സ്വാമി, ഇതിൽ വല്ല വിഷം ഉണ്ടെങ്കിലോ? പിന്നെ നിൻ്റെ ഉള്ളിലിപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? ചിന്തിക്കുക. അപ്പോൾ സംശയചിത്തൻ ഒരിക്കലും സുഖവും ഇല്ല, ഈ ലോകവും ഇല്ല, പരലോകവും ഇല്ല. തസ്മാത് സംശയ ന കർത്തവ്യ, സംശയം ചെയ്യരുതേ എന്നാണ് പറയണത്. ഇവിടെ തത്വനിർണയത്തിനുള്ള സംശയത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആചാര്യൻ കേട്ടോ, അത് ഓർമ്മിക്കണം. തത്വനിർണയത്തിനുള്ള സംശയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സംശയ സ്വഭാവിയാവരുതെന്നാണ് പറയണത്. കസ്മാത്, എന്തുകൊണ്ട്? സംശയോന കർത്തവ്യ എന്ന് പറഞ്ഞു, സംശയം ചെയ്യരുത് പറഞ്ഞു ഇല്ലേ? സംശയോന കർത്തവ്യ, സംശയം ചെയ്യരുത്. കസ്മാത്, എന്തുകൊണ്ട്? പറയാം. യോഗസന്യസ്ത കർമാണം ജ്ഞാനസഞ്ചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. യോഗസന്യസ്ത കർമാണം ജ്ഞാനസഞ്ചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. ഒരു 5 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ ഇതിപ്പോൾ ചർച്ചയുടെ സമയം ആയി തോന്നുന്നു ഇല്ലേ? അടുത്തത് പിന്നെ ചിദാനന്ദ സ്വാമിയാണ്. ശരി.